പ്രേഷിതവാഹിനി വന്നിരാ പുതിയ ദൂതുമാ യേശുവിൻ സാക്ഷികളായി തീരാ ഉണരു യുവതയെ നീ ഒന്നിച്ചൊന്ന ചേരാം സ്നേഹം പങ്കുവെക്കാം അറിവിൻ മധുരം പകരാൻ മുന്നേറാം മത്തുമ നൽകിയ പ്രേഷിത ചൈതന്യത്തിനാളം ഉജ്ജ്വലിപ്പിക്കാൻ മിഷനെ അറിയാം മിഷണറിയാകാം മിഷനെ സ്നേഹിക്കാം മിഷണറിയാകാം മിഷനെ അറിയാം മിഷണറിയാകാം മിഷനെ സ്നേഹിക്കാം മിഷണറിയാകാം മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷണറിയാകാൻ. സഭയുടെ പ്രേക്ഷിത അവബോധന പ്രവർത്തനങ്ങൾക്ക് സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ ഏറ്റവും പുതിയ സംഭാവന. സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ മാധ്യമ വിഭാഗമായ സാൻഡോ മീഡിയയും ഷാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന ദി അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് മിഷൻ ക്വിസ് ഓൺ വീൽസ് സാൻഡോ മിഷൻ ക്വിസ്റ്റൈൻമെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ സീറോ മലബാർ സഭയുടെ 13 രൂപതകളിലൂടെ നിറയെ ചോദ്യങ്ങളും ഒത്തിരി സമ്മാനങ്ങളുമായി കടന്നു വരുന്ന പ്രേഷിതവാഹിനി ഇന്ന് വന്നു നിൽക്കുന്നത് വിശുദ്ധ ഔസേപ്പിതാവിന്റെ മധ്യസ്ഥതയിലുള്ള തലശ്ശേരി അതിരൂപതയിലെ ആദ്യകാല കുടിയേറ്റ കേന്ദ്രങ്ങളിലൊന്നായ ചെമ്പേരി ലൂർദുമാത ഫൊറോന ദേവാലയത്തിന്റെ തിരുമുറ്റത്താണ്. 75 വർഷങ്ങൾക്ക് മുൻപ് മധ്യ തിരുവിതാംകൂറിൽ നിന്നും കുടിയേറ്റ കർഷകർ വിയർപ്പൊഴുക്കി വളർത്തിയെടുത്ത സുന്ദര ഭൂപ്രദേശം. ഗ്രാമീണതയും നാഗരികതയും ഒന്നിച്ചു ചേരുന്ന മനോഹര നാട്. പ്ലാറ്റിനം ജൂബിലിയുടെ നിറവിലായിരിക്കുന്ന ചെമ്പേരി ഇടവകയ്ക്കും വിശ്വാസ സമൂഹത്തിനും ഞങ്ങളുടെ സ്നേഹാശംസകൾ. ഈ നാടിന്റെ ആത്മീയ പ്രകാശ ഗോപുരമായി നമുക്ക് പിന്നിൽ നിൽക്കുന്ന ലൂർദുമാത ഫൊറോന ദേവാലയം, നമുക്ക് മുന്നിൽ ആയിരങ്ങൾക്ക് അക്ഷര വെളിച്ചം പകർന്നു കൊടുക്കുന്ന ജ്ഞാനഗോപുരം നിർമ്മല സ്കൂൾ. ഇവ രണ്ടിനും മധ്യത്തിലായി ഗ്രാമീണതയുടെ വശ്യത നഷ്ടമാക്കാതെ നാഗരിക പരിവേഷം ചൂടി നിൽക്കുന്ന ചെമ്പേരി നഗരം. 75 വർഷങ്ങൾക്ക് മുന്നേ കാട്ടുമൃഗങ്ങളുടെ വിഹാര കേന്ദ്രമായ ചെമ്പേരിയെ ഇന്നീ കാണുന്ന മനോഹര പ്രദേശമാക്കി മാറ്റിയ കുടിയേറ്റ ജനതയുടെയും അവരെ നയിച്ച വൈദികരുടെയും ഓർമ്മകൾക്ക് മുന്നിൽ സാദരം പ്രണാമിക്കുന്നു. സഭയുടെ പ്രേക്ഷിത പ്രവർത്തന മേഖലകളിലേക്ക് നിരവധി സമർപ്പിത വൈദികരെയും സന്യാസിനിമാരെയും സംഭാവന ചെയ്ത സുവിശേഷ പ്രഘോഷണത്തിന്റെ പുതിയ ഉണർത്തുപാട്ടുമായി ഞങ്ങൾ നിങ്ങൾക്കിടയിലേക്ക് കടന്നു വരുന്നു. ഇത്രയും ചരിത്രമുറങ്ങുന്ന ഈ മണ്ണില് അവരുടെ ഭാവി തലമുറയും അപ്പച്ചന്മാരും അമ്മച്ചിമാരുമാണ് നമുക്ക് മുന്നിൽ ഇരിക്കുന്നത്. വളരെ ആവേശത്തോടെയാണ് നമ്മുടെ ക്വിസ് സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് അറിയാനായിട്ട് നമ്മുടെ ചെമ്പേരി ഇടവകക്കാരും അതുപോലെ തന്നെ നാട്ടുകാരും എല്ലാം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ക്വിസ് സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് അവർക്കൊന്ന് കാണിച്ചു കൊടുക്കാം. ഇന്നത്തെ നമ്മുടെ ഈ ക്വിസ് സ്റ്റേറ്റ്മെന്റിലേക്ക് എത്തിയിരിക്കുന്നത് 4 പാർട്ടിസിപ്പൻസ് ആണ്. അതും ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ കുഞ്ഞു മിഷണറിമാർ. വളരെ സ്നേഹത്തോടെ അവരെ ഓരോരുത്തരെയും ഞങ്ങൾ പ്രേക്ഷിത വാഹിനിയുടെ അടുത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. നിറ കയ്യടിയോടുകൂടെ നമുക്ക് അവരെ വേദിയിലേക്ക് വിളിക്കാം. പേരും ഇടവകയും ഒന്ന് പറഞ്ഞ് ഓഡിയൻസിനെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് അർപ്പിത അൽഫോൻസ. ഞാൻ അരീക്കമല ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് ഏഞ്ചലീന തെരേസ്റ്റോം. ഞാൻ ചെമ്പേരി ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് ആന്റണി ജോസഫ്. ഞാൻ അരീക്കമല ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് എഡ്വിൻ ഡെൻസ്. ഞാൻ കുടിയാമല ഇടവകയിൽ നിന്ന് വരുന്നു. ഗെയിം റൂള് നമുക്ക് ഇവർക്ക് പരിചയപ്പെടുത്താം. നമ്മുടെ ക്വിസ് ടൂർണമെന്റിന്റെ റൂൾസ് ഇതാണ്. 4 റൗണ്ടുകളായിട്ടായിരിക്കും നമ്മൾ ചോദ്യങ്ങൾ ഇവരോട് ചോദിക്കുന്നത്. തോമാസ് ലീഹായും മിഷനെയും പരിചയപ്പെടുത്തുന്ന അഡ്ജൻഡസ് റൗണ്ട്, സഭാ ചരിത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ജെറുസലേം റൗണ്ട്, വിശുദ്ധരെ പരിചയപ്പെടുത്തുന്ന മാർഗം റൗണ്ട്, വിഷ്വൽ റൗണ്ടായ ജെറീക്കോ റൗണ്ട്. ഈ 4 റൗണ്ടുകളിൽ ഏത് റൗണ്ട് എങ്ങനെ വേണമെന്നുള്ളതെല്ലാം നമ്മുടെ പാർട്ടിസിപ്പന്റിന് തീരുമാനിക്കാം. ആദ്യം നിങ്ങൾക്ക് ജെറുസലേം റൗണ്ടാണ് ഇഷ്ടമെങ്കിൽ ജെറുസലേം,
അഡ്ജൻഡസ്, മാർഗം, അല്ലെങ്കിൽ മാർഗമാണ് ആദ്യം ഇഷ്ടമെങ്കിൽ മാർഗം, ജെറീക്കോ, ജെറുസലേം, അങ്ങനെ ഏത് ഓർഡർ വേണമെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ വിട്ടു തന്നേക്കാണ്. 4 റൗണ്ടുകളിലായി 6 ചോദ്യങ്ങളും ഇടവകയെയോ അതിരൂപതയെയോ സംബന്ധിച്ച ഒരു 7ാമത്തെ ചോദ്യവുമായിട്ടായിരിക്കും ഞങ്ങൾ വരുന്നത്. ഓരോ റൗണ്ടിന് ശേഷവും നിങ്ങൾക്ക് സമ്മാനങ്ങൾ ഉണ്ടായിരിക്കും. എന്നാൽ 7 ചോദ്യത്തിനും ശരിയായി ഉത്തരം പറയുന്ന വിജയിക്കായിരിക്കും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും മെമന്റോയും ലഭിക്കുക. ഇതെല്ലാം കേട്ടുകൊണ്ട് ഞങ്ങൾ ഇതിലൊരു പങ്കാളികളുമല്ല എന്ന് വിചാരിച്ചിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ടെൻഷൻ അടിക്കാൻ ഒരു വകുപ്പ് കൂടിയുണ്ട്. ഓഡിയൻസ് റൗണ്ടും ഞങ്ങൾ നടത്തുന്നുണ്ട്. നിങ്ങൾ ഓഡിയൻസിനായിട്ട് ഞങ്ങൾ 2 ചോദ്യങ്ങളാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇവരെ പോലെ തന്നെ സ്റ്റാർ ആകാൻ പറ്റിയ ഒരു ബെസ്റ്റ് ചാൻസ് ആണ് ഇന്ന് ഇവിടെ. നിറയെ സമ്മാനങ്ങളാണ് നിങ്ങളെയും കാത്തിരിക്കുന്നത്. നമ്മുടെ പ്രേക്ഷിത വാഹിനി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. നമുക്കൊരു കാര്യം ചെയ്താലോ? ഒട്ടും വൈകാതെ തന്നെ നമ്മളുടെ പ്രേക്ഷിത വാഹിനിയിലേക്ക് നമ്മുടെ കണ്ടസ്റ്റന്റിനെ കയറ്റണ്ടേ? നമുക്ക് 4 പാർട്ടിസിപ്പൻസ് ഉള്ളത്. അപ്പൊ നമ്മൾ ആരാദ്യം കയറ്റും? നമുക്കിഷ്ടമുള്ളവരെ കയറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോ അവരുടെ ഇടയിൽ ഒരു ഇടിയായാലോ അല്ലേ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഗെയിം നടത്തിയാലോ? നമ്മൾ ബലൂൺ വെച്ചിട്ടുള്ള ഒരു ഗെയിമാണ് നിങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഒരു ബലൂൺ, ആ ബലൂണിൽ നമ്മൾ നൂല് കെട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലേക്ക് ഓരോ ബലൂൺ വെച്ചങ്ങ് തരും. ആ ബലൂൺ നിങ്ങളുടെ കാലിൽ കെട്ടണം. നിങ്ങളുടെ ബലൂൺ സേവ് ചെയ്തുകൊണ്ട് മറ്റുള്ളവരുടെ ബലൂണുകൾ ചവിട്ടി പൊട്ടിക്കണം. ഇതാണ് നമ്മുടെ ഗെയിം. അവസാനം ആരുടെ ബലൂണാണോ പൊട്ടാതെ നിൽക്കുന്നത് അയാളായിരിക്കും നമ്മളുടെ പ്രേക്ഷിത വാഹിനിയിലേക്ക് ആദ്യം കയറാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ പാർട്ടിസിപ്പൻസ് ബലൂണൊക്കെ കെട്ടി റെഡിയാണ്. ഇനി നിങ്ങൾ ഓഡിയൻസ് അവരൊന്ന് പ്രോത്സാഹിപ്പിക്കണം. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? സോ ഗെയിം സ്റ്റാർട്ട്സ് ഇൻ 3, 2, 1 and go. തുടങ്ങൂ എന്ന് പറഞ്ഞപ്പോൾ തന്നെ വേഗം ചവിട്ടി കയറി പൊട്ടിച്ചു. ഭയങ്കര കൂളായിട്ട് തപ്പേ കഴിഞ്ഞു. അപ്പൊ നമുക്ക് ബാക്കി നിൽക്കുന്നത് ആ ബലൂൺ പൊട്ടാതെ നിൽക്കുന്നത് ആരുടെയാണ്? ആരാ? അർപ്പിതയോ? അവിടുന്ന് പറയുന്നുണ്ട് അർപ്പിത ഏതാ ഇടവക പറഞ്ഞേ? അരീക്കമലയുടെ അഭിമാനമാണ് നമ്മുടെ പ്രേക്ഷിത വാഹിനിയിൽ ആദ്യമായിട്ട് കയറാൻ പോകുന്നത്. നല്ലൊരു കൈയടി എല്ലാവർക്കും ആയിട്ട് നൽകാം. അർപ്പിതയുടെ ഒരു അടിപൊളി പ്രൊഫൈല് നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കാണാം. ഞാൻ അർപ്പിത അൽഫോൻസ. ഞാൻ ഈ നടക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ സ്ഥലം വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. കണ്ണൂർ ജില്ലയിലെ ചെമ്പേരിക്കടുത്ത് കോട്ടക്കുന്ന് എന്ന സ്ഥലമാണിത്. ഇവിടെയാണ് എൻ്റെ വീട്. ഇവിടെ എപ്പോഴും കാറ്റും മഞ്ഞും പിന്നെ കുളിരും എല്ലാം കൊണ്ട് ഈ സ്ഥലം അതിമനോഹരമാണ്. ഇവിടെ വരുന്നവർക്ക് ആദ്യ കാഴ്ച തന്നെ ഈ സ്ഥലം ഒരുപാട് ഇഷ്ടപ്പെടും. ഇവിടെ അടുത്ത് എസ്റ്റേറ്റും എല്ലാം ഉണ്ട്. എല്ലാം കൊണ്ട് ഈ സ്ഥലം അതിമനോഹരമാണ്. എൻ്റെ നാട്ടിലുള്ള എല്ലാവരും കൂടുതലായും കൃഷിപ്പണിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. പാല, രാമപുരം തുടങ്ങിയ കോട്ടയത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നവരായതിനാൽ തന്നെ കാർഷികപരമായ പാരമ്പര്യമാണ് ഇവിടെയുള്ള കൂടുതൽ ആൾക്കാർക്കുമുള്ളത്. എൻ്റെ പപ്പയും അമ്മയെല്ലാം കൃഷിപ്പണിക്കാരാണ്, കർഷകരാണ്. അതുകൊണ്ട് തന്നെ ഈ കൃഷിപ്പണിയും പറമ്പിൽ നടക്കുന്ന കാര്യങ്ങളും അതൊക്കെ കാണാനും അറിയാനും എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. ഞങ്ങൾ കർഷകരായതിനാൽ തന്നെ വിളവ് ലഭിക്കാനും എല്ലാത്തിനും ദൈവത്തിൽ കൂടുതൽ ആശ്രയിച്ച് നിൽക്കുന്നവരാണ്. ഈശോയിൽ കൂടുതൽ ആശ്രയിച്ച് നിൽക്കാനും ഏതൊരു കാര്യത്തിനും ഈശോയോട് സഹായം അപേക്ഷിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ വലിയമിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ അപ്പനും അമ്മയും എല്ലാവരും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. എൻ്റെ പള്ളി യേശുപിതാവിൻ്റെ നാമധേയത്തിലുള്ള സെൻറ്റ് ജോസഫ് ചർച്ച് അരീക്കമല. ഞായറാഴ്ച ദിവസങ്ങളിലെല്ലാം പള്ളിയിൽ പോകാറുണ്ട്. അല്ലാത്ത ദിവസങ്ങളിൽ സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം പള്ളിയിൽ പോകാറുണ്ട്. അർപ്പിതയുടെ പ്രൊഫൈൽ നമ്മൾ കണ്ടു. ഇനി നമുക്ക് അധികം ലേറ്റ് ആക്കാതെ അർപ്പിതയെ പ്രേക്ഷിത വാഹിനിയിലേക്ക് കയറ്റിയാലോ? അന്ന് ഓടി കയറിക്കും നമ്മുടെ പ്രേക്ഷിത വാഹിനിയിലേക്ക്. ഇനി നമുക്ക് ഒട്ടും വൈകാതെ ആ റൗണ്ടുകളിലേക്ക് കടന്നാലോ? ഗെയിമിന്റെ റൂളൊക്കെ ഞങ്ങൾ പറഞ്ഞു തന്നത് മനസ്സിൽ ഓർമ്മയില്ലേ? ഉണ്ട്.
നമ്മുടെ സ്ക്രീനിൽ 4 റൗണ്ട്സ് കാണിക്കുന്നുണ്ട്. ഇതിൽ ഏത് റൗണ്ടാണ് അർപ്പിത ആദ്യം ചൂസ് ചെയ്യാൻ പോകുന്നത്? ജെറുസലേം. സഭാ ചരിത്രത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള റൗണ്ടാണ് ജെറുസലേം റൗണ്ട്. ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും ഒരു ഡയറക്റ്റ് ചോദ്യവുമായിരിക്കും ഈ റൗണ്ടിൽ അർപ്പിതയ്ക്ക് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യം നോക്കിയാലോ? നോക്കാം. ക്നായ് തുമ്മായുടെ നേതൃത്വത്തിൽ 72 കുടുംബങ്ങൾ കേരളത്തിൽ കുടിയേറി പാർത്ത വർഷം ഏത്? 4 ഓപ്ഷൻസ് ആണുള്ളത്. AD 345, AD 52, AD 353, AD 75. ചോദ്യം ഒന്നുകൂടെ വായിക്കണോ? വേണ്ട. ഉത്തരം പറഞ്ഞോ. AD 345. AD 345. അത് തന്നെയാണ് ശരിയായ ഉത്തരം എന്നുള്ളത് ഉറപ്പാണോ? ഉറപ്പാണ്. രണ്ടാമത് ചോദ്യം ഒന്നും വായിക്കേണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ശരിയായിരിക്കും അല്ലേ? ശരിയാണോ? ശരിയാണ്. ശരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ നമുക്ക് ആൻസർ നോക്കണം. കൺഗ്രാറ്റുലേഷൻസ്, ഉത്തരം ശരിയാണ്. നല്ലൊരു കൈയ്യടി നമുക്ക് നൽകാം. നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കിയാലോ? നോക്കാം. 3-ാം നൂറ്റാണ്ടിൽ എവിടെ നിന്നുള്ള മെത്രാന്മാരാണ് കേരളത്തിൽ വന്നത്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഓപ്ഷൻ ഇല്ല, ആലോചിച്ച് പറഞ്ഞാൽ മതി. അന്ത്യോക്യയിൽ നിന്ന്. ചെറിയൊരു സംശയമുണ്ടോ? സംശയമുണ്ട്. ആൻസർ നമുക്ക് നോക്കാം. നോക്കിയാലോ? ആൻസർ നോക്കാം. പേർഷ്യൻ സഭയിലെ സെലൂസിയ സ്റ്റെസിഫോണിൽ നിന്നായിരുന്നു 3-ാം നൂറ്റാണ്ടിൽ കേരളത്തിലേക്ക് മെത്രാന്മാര് വന്നത്. അന്ത്യോക്യ എന്നാണ് അർപ്പിത ഉത്തരം പറഞ്ഞത്. അത് ചെറിയ രീതിയിലും തെറ്റിയിട്ടുണ്ട്, പക്ഷേ സാരമില്ല അല്ലേ? ആദ്യത്തെ ചോദ്യം ശരിയാക്കി. ഇനിയും നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ അർപ്പിതയെ കാത്തിരിക്കുന്നുണ്ട്. ഈ റൗണ്ടിന് അർപ്പിതയ്ക്ക് സമ്മാനം കിട്ടില്ലെന്നേ ഉള്ളൂ. നമുക്ക് ഇനിയും 3 റൗണ്ടും ഒരു ജനറൽ ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അതിന് നമുക്ക് ഈ എളുപ്പത്തിൽ സമ്മാനം മേടിച്ചിട്ട് പോകാം അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോയാലോ? ഒട്ടും താമസിപ്പിക്കേണ്ട. അർപ്പിത അടുത്ത റൗണ്ട് ഏതായിരിക്കും എന്ന് കാണാനായിട്ട് വളരെ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഓഡിയൻസും അവർ വളരെ ഈഗർലി വെയിറ്റിംഗ് ആണ് അടുത്ത ചോദ്യത്തിന് വേണ്ടി. അർപ്പിതയ്ക്ക് ഇനി 3 റൗണ്ടാണ് ബാക്കിയുള്ളത്. ജെറിക്കോ റൗണ്ട്, മാർഗം റൗണ്ട്, അഡ്ജൻഡസ് റൗണ്ട്. അടുത്തതായി അർപ്പിത ഏത് റൗണ്ടാണ് ചൂസ് ചെയ്യാൻ പോകുന്നത്? ജെറിക്കോ റൗണ്ട്. വിഷ്വൽ റൗണ്ടായ ജെറിക്കോ റൗണ്ടാണ് അർപ്പിത അടുത്തതായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത്. ഒരു വീഡിയോ നമ്മളുടെ സ്ക്രീനിൽ പ്ലേ ചെയ്യും. ആ വീഡിയോയിൽ നിന്നിട്ടായിരിക്കും അർപ്പിതയ്ക്കുള്ള ചോദ്യം വരാൻ പോകുന്നത്. വീഡിയോ കണ്ട് നോട്ട്സ് വേണമെങ്കിൽ എഴുതിയെടുക്കാം. സൈഡിൽ ഒരു റൈറ്റിംഗ് പാഡും പെന്നും വെച്ചിട്ടുണ്ട്. അത് അർപ്പിതയ്ക്ക് യൂസ് ചെയ്യാം. ഓക്കെ, വീഡിയോ കണ്ടാലോ? കാണാം. റൈറ്റിംഗ് പാഡ് എടുത്തു. കോക്കമംഗലത്തു നിന്നും കോട്ടക്കാവിലേക്കാണ് തോമാസ് ലീഹ എത്തിച്ചേർന്നത്. ഇന്ന് കൊടുങ്ങല്ലൂരിനടുത്തുള്ള പറവൂർ എന്ന് ഈ സ്ഥലം അറിയപ്പെടുന്നു. സ്ലീഹ അവിടെ എത്തിയ സമയത്ത് അവിടെ മറ്റൊരു മതത്തിന്റെ ആഘോഷങ്ങൾ നടക്കുകയായിരുന്നു. അവർ സ്ലീഹായെ അധിക്ഷേപിക്കുകയും അതിന്റെ ഫലമായി ശക്തമായ ഇടിമിന്നൽ ഉണ്ടാകുകയും ആഘോഷത്തിന് കൊണ്ടുവന്ന ആന ഇടയുകയും ചെയ്തു. ഇത് കണ്ട് ഭയപ്പെട്ട ജനം തോമാസ് സ്ലീഹായോട് സഹായത്തിനായി യാചിച്ചു. ഉടനെ സ്ലീഹ ജലമെടുത്ത് ആശീർവദിച്ച് ആനയുടെയും ആളുകളുടെയും മേൽ തളിച്ചു. തൽക്ഷണം എല്ലാം ശാന്തമാവുകയും ചെയ്തു. അവർ തോമാസ് സ്ലീഹായുടെ വാക്കുകൾ കേൾക്കുകയും മാനസാന്തരപ്പെട്ട് സ്നാനം സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ 7 പള്ളികളിലെ 6ാമത്തെ പള്ളിയായി പറവൂർ സെന്റ് തോമസ് ചർച്ച് അറിയപ്പെടുന്നു. വീഡിയോ കണ്ടോ? നോട്ട്സ് ഒക്കെ എഴുതിയെടുത്തില്ലേ? അപ്പോൾ ഈ റൗണ്ടിൽ ഒരു ചോദ്യമായിരിക്കും അർപ്പിതയ്ക്ക് ഉണ്ടാവുക. നമുക്ക് ചോദ്യം നോക്കിയാലോ? കോക്കമംഗലത്ത് നിന്നും തോമാസ് ലീഹ എത്തിച്ചേർന്ന കോട്ടയ്ക്കാവ് ഇന്ന് ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ചോദ്യം ഒന്നുകൂടെ വായിക്കാം. കോക്കമംഗലത്ത് നിന്നും തോമാസ് ലീഹ എത്തിച്ചേർന്ന കോട്ടയ്ക്കാവ് ഇന്ന് ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? പറവൂർ. ഉറപ്പാണോ? ഉറപ്പാണ്. ചാടി അർപ്പിത ആൻസർ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ശരിയായിരിക്കും. നമുക്ക് ആൻസർ നോക്കിയാലോ? നോക്കാം. പറവൂർ, ഉത്തരം ശരിയാണ്. നല്ലൊരു കൈയ്യടി കൊടുത്തേ. അങ്ങനെ ജെറിക്കോ റൗണ്ടില് സമ്മാനാർഹയായിരിക്കുകയാണ് നമ്മുടെ അർപ്പിത. ഈ റൗണ്ടിനുള്ള സമ്മാനം വേണ്ടേ?
വേണം. അങ്ങനെയാണെങ്കിൽ സമ്മാനം കൊടുത്താലോ? അർപ്പിതയുടെ സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞു. നമ്മുടെ ഓഡിയൻസ് ഇപ്പൊ അർപ്പിത സമ്മാനം മേടിക്കുന്നത് കണ്ട് ചെറിയൊരു അസൂയ തോന്നിയില്ലേ? ഇല്ലേ? ഒരവസരം താ, എനിക്കും സമ്മാനം വേണമെന്ന് പറയുന്ന ഒത്തിരി ആളുകൾ ഇതേ ഇവിടെ ഇരിപ്പുണ്ട്. തലയാട്ടുന്നത് ചോദ്യം തന്നോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണെങ്കിൽ ഒട്ടും താമസിക്കണ്ട, അവർക്കുള്ള ചോദ്യം ദേ വരുന്നു. ചോദ്യം ഇതാണ്: ചെമ്പേരിയിലെ ആദ്യത്തെ ദേവാലയം ആര് വികാരിയായിരുന്നപ്പോഴാണ് നിർമ്മിച്ചത്? ചെമ്പേരിയിലെ ആദ്യത്തെ ദേവാലയം ആര് വികാരിയായിരുന്നപ്പോഴാണ് നിർമ്മിച്ചത്? ഉത്തരം അറിയാമെങ്കിൽ ഓടി മുന്നോട്ട് വരിക. മുന്നോട്ട് വരാമോ? ചേച്ചിയുടെ പേരെന്താണ്? ഷീബ. വാവയുടെ പേരോ? ഇസ. ഉത്തരം പറയാമോ? വാര്യാട്ടച്ചൻ. ചെമ്പേരിയിലെ ആദ്യത്തെ ദേവാലയം നിർമ്മിച്ച വികാരിയച്ചൻ ഫാദർ ജേക്കബ് വാരിക്കാട്ട്. ശരിയാണ്. നമുക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം. കയ്യടി മാത്രം മതിയോ? ചേച്ചിക്കൊരു സമ്മാനം ഇവിടെ ഉണ്ട് പ്രേക്ഷിത വാഹിനിയില്, അത് കൊടുക്കണ്ടേ? ഇനി നമുക്ക് മൂന്നാമത്തെ റൗണ്ടിലേക്ക് പോയാലോ? അർപ്പിത ഇവിടെ വെയിറ്റ് ചെയ്യാണ് മൂന്നാമത്തെ റൗണ്ടിനായിട്ട്. ഇനി ഏത് റൗണ്ടാണ് അർപ്പിത ചൂസ് ചെയ്യാൻ പോകുന്നത്? ആഡ്ജനറ്റ്സ്. തോമാസ് ലീഹായും മിഷനെയും കുറിച്ചുള്ള റൗണ്ടാണ് അഡ്ജൻഡസ് റൗണ്ട്. നമുക്ക് നോക്കാം. 2 ഓപ്ഷൻസ് ആണ് ഉള്ളത്: സെന്റ് തോമസ്, മിഷൻ. തോമാസ് ലീഹ അതായത് സെന്റ് തോമസ് എന്ന ഓപ്ഷനാണ് ആദ്യം ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന മിഷനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ചോദ്യമായിരിക്കും. അഥവാ ആദ്യം മിഷൻ ആണ് ഒപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന സെന്റ് തോമസിനെ കുറിച്ചുള്ളത് ഡയറക്റ്റ് ചോദ്യമായിരിക്കും. ഏതാണ് ആദ്യം ഒപ്റ്റ് ചെയ്യുന്നത്? മിഷൻ. മിഷനാണ് അർപ്പിത ആദ്യം ഒപ്റ്റ് ചെയ്തിരിക്കുന്നത്. ചോദ്യം നോക്കാം. യൂദാസിന് പകരം അപ്പസ്തോലനായി കുറി ലഭിച്ചത് ആർക്ക്? 4 ഓപ്ഷനാണ് നമുക്ക് ഉള്ളത്: എസ്തപ്പാനോസ്, തെയോഫിലോസ്, മത്തിയാസ്, അനനിയാസ്. മത്തിയാസ്. ഒരു സംശയം ഉണ്ടായിരുന്നു തോന്നുന്നു. ഇല്ല, വെറുതെ കാണിച്ചതാണ് സംശയം ഉണ്ടെന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ ആൻസർ നോക്കാം, ശരിയാണോന്ന് നോക്കിക്കളഞ്ഞേക്കാം. കൺഗ്രാറ്റുലേഷൻസ്, ഉത്തരം ശരിയാണ്. കൈയടിക്കാൻ എന്തിനാ വെയിറ്റ് ചെയ്യുന്നേ? അപ്പോൾ വീണ്ടും അർപ്പിത ശരിയായി ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞില്ല. ഈ റൗണ്ടിൽ നമുക്കിനി ഒരു ചോദ്യം കൂടിയുണ്ട്. ചോദ്യം നോക്കാം. തോമസ് ലീഹായുടെ ഇന്ത്യയിലെ പ്രേക്ഷിത ദൗത്യത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യ ലിഖിത കൃതി ഏത്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. തോമായുടെ നടപടികൾ. അത് തന്നെയാണോ? ആണോ? ആണെന്ന് തോന്നുന്നു. ആൻസർ നോക്കാം. തോമായുടെ നടപടികൾ, ഉത്തരം ശരിയാണ്. അങ്ങനെ അഡ്ജൻഡസ് റൗണ്ടിലെ 2 ചോദ്യങ്ങൾക്കും അർപ്പിത ശരിയായി ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. മാർ തോമസ് ലീഹ ഭാരതത്തിൽ വരാനിടയായ സാഹചര്യം, ഭാരതത്തിൽ വന്നതിന് ശേഷം എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി നമ്മുടെ തോമായുടെ നടപടികൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. തോമസ് ലീഹയെ പറ്റി കൂടുതൽ അറിയാനും അതുപോലെ തന്നെ തോമസ് ലീഹയുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ മനസ്സിലാക്കുവാനും നമുക്ക് തോമായുടെ നടപടികൾ എന്ന് പറയുന്ന ഗ്രന്ഥം ഒത്തിരി സഹായിക്കുന്നുണ്ട്. നമുക്ക് സമ്മാനം വേണ്ടേ? വേണം. ഇനി ഒരു റൗണ്ടും ഒരു ജനറൽ ചോദ്യവുമാണ് അർപ്പിതയ്ക്ക് ബാക്കിയുള്ളത്. നമുക്ക് നോക്കാം. ഈ റൗണ്ടിൽ നമുക്ക് 2 പേരുണ്ട്, വിശുദ്ധ അൽഫോൻസാമ, വിശുദ്ധ എവുപ്രാസിയാമ്മ. ഇതിൽ ആരെയാണ് ഒപ്റ്റ് ചെയ്യുന്നത്? ആ വിശുദ്ധയെ കുറിച്ചായിരിക്കും അർപ്പിതയ്ക്ക് ചോദ്യം വരാൻ പോകുന്നത്. വിശുദ്ധ അൽഫോൻസാമയെ കുറിച്ചുള്ള ചോദ്യം കണ്ടാലോ? അൽഫോൻസാമയുടെ വളർത്തു മാതാവ് ആര്? മുരിക്കൽ അന്നമ്മ. ഉറപ്പാണോ? അൽഫോൻസാമയുടെ പേരമ്മ തന്നെയാണോ മുരിക്കൽ അന്നമ്മ? അതെ. ഓഡിയൻസ്, നിങ്ങൾക്ക് എന്തോന്നു ഉത്തരം ശരിയായിരിക്കോ? അവര് തലയാട്ടി സമ്മതിച്ചങ്ങ് തരുവാണ്.
കൺഗ്രാജുലേഷൻസ്, ഉത്തരം കറക്റ്റ് ആണ്. നല്ലൊരു കൈയ്യടി നമുക്ക് നൽകാം. അങ്ങനെ 4 റൗണ്ടും കഴിഞ്ഞിരിക്കുകയാണ്. ഈ റൗണ്ടിന് ഒരു ചോദ്യമേ ഉള്ളൂ. സമ്മാനം കൊടുക്കണ്ടേ? നമ്മുടെ ക്വിസ്റ്റൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വിസ് മാത്രമല്ല, എന്റർടൈൻമെന്റ് കൂടിയുണ്ട്. അപ്പൊ നിങ്ങൾക്കൊരു എന്റർടൈൻമെന്റ് ആവാനായിട്ട് നമുക്കൊരു പ്രോഗ്രാം കണ്ടാലോ, അല്ലേ? അപ്പൊ ആരാണ് നമുക്ക് വേണ്ടി ഒരു പ്രോഗ്രാം ചെയ്യാനായിട്ട് ഇനി വരുന്നത്? നമ്മുടെ ചെമ്പേരി ഇടവകയുടെ അഭിമാന താരം. ആരാണത്? അഭിഷ. ഒരു മിമിക്രിയുമായിട്ട് നിങ്ങളെ എല്ലാവരെയും സന്തോഷിപ്പിക്കാനായിട്ട് വന്നിരിക്കുന്ന അഭിഷയെ വളരെ സ്നേഹത്തോടെ പ്രേക്ഷിത വാഹിനിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം, എൻ്റെ പേര് അഭിഷ. ഞാനിവിടെ മിമിക്രിയാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ആദ്യമായി എസ് ജാനകി അമ്മയുടെ ശബ്ദം. വഴിയെല്ലാം മടഞ്ഞതായി തോന്നുമ്പോൾ ഏകമാം വഴിയല്ലോ ഈശോ, വഴിയെല്ലാം മടഞ്ഞതായി തോന്നുമ്പോൾ ഏകമാം വഴിയല്ലോ ഈശോ, ജീവിതം കൂരിരുളാകുമ്പോൾ മാർഗദീപമായി തീർന്നതും എന്നീശോ. അടുത്തതായി ഒരു കുഞ്ഞുവാവ കരയുന്ന ശബ്ദം. അടുത്തതായി പശുവിൻ്റെ പാൽ കറക്കുന്ന ശബ്ദം. അടുത്തതായി ഒരു റെയിൽവേ സ്റ്റേഷൻ. यात्रियों को भैया ध्यान कीजिए, गाड़ी नंबर 66 चेन्नई से बैंगलोर पर जाने वाली वेस्ट कोस्ट एक्सप्रेस प्लेटफॉर्म 8 पर आएंगी. അടുത്തതായി ബാൻഡ് സെറ്റ്. അടുത്തതായി നാദസ്വര കച്ചേരി. അടുത്തതായി യന്ത്രബോട്ട്. അടുത്തതായി കൃഷികാല മന്ത്രാലയത്തിൻ്റെ ഒരു പരസ്യം. കോപാല തീയതു കേട്ടോ, കൃഷികാല മന്ത്രാലയം സൗജന്യമായി വളകൾ കൊടുക്കുന്നുവെന്ന്. ആഹാ. അടുത്തതായി ശാസ്ത്രീയ സംഗീതം പഠിക്കാനെത്തിയ ഒരു പൂച്ചയുടെ ശബ്ദം. നന്ദി, നമസ്കാരം. അർപ്പിത പ്രേക്ഷിതവാഹിനിൽ ഒന്നും കൂടി വെയിറ്റ് ചെയ്യണം. നമ്മുടെ ഓഡിയൻസിന് നമ്മൾ ഇനി ചാൻസ് കൊടുക്കാൻ പോവുകയാണ്. ചോദിച്ചോട്ടെ? അപ്പൊ ചോദ്യം ഇതാണ്: ചെമ്പേരിയിലേക്ക് ആദ്യ വികാരിയായി കടന്നു വന്ന കോഴിക്കോട് രൂപതാംഗമായ വൈദികൻ ആര്? ഉത്തരം അറിയാമെങ്കിൽ മുന്നോട്ട് വരിക. ഫാദർ കുര്യാക്കോസ് കുടക്കച്ചിറ. ശരിയാണോ? അറിയില്ലാന്നോ? ആൻസർ നോക്കാം ശരിയാണോന്ന്. ചെമ്പേരിയിലേക്ക് ആദ്യ വികാരിയായി കടന്നു വന്ന കോഴിക്കോട് രൂപതാംഗമായ വൈദികൻ ഫാദർ കുര്യാക്കോസ് കുടക്കച്ചിറ. ശരിയാണ് ആൻസർ. ഒന്ന് കയ്യടി കൊടുത്തേ. അച്ഛൻ ആ സമയത്ത് കോഴിക്കോട് രൂപത അംഗമായിരുന്നു. അച്ഛൻ വന്നതിന് ശേഷമാണ് പിന്നീട് ഇവിടെ റോഡ് വെട്ടിയതും
അതുപോലെ തന്നെ പല വികസന സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നത്. ഇതിനെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? നമുക്ക് ആ സമ്മാനം അങ്ങ് കൊടുത്തേക്കാം. അങ്ങനെ ഓഡിയൻസ് റൗണ്ടിൽ സമ്മാനമായിട്ട് ഒരാൾ പോയി. നമ്മുടെ അർപ്പിത ഇവിടെ വെയിറ്റിംഗ് ആണ്. അർപ്പിതയ്ക്കൊരു ജനറൽ ക്വസ്റ്റ്യൻ കൂടിയാണ് ഇനി അവശേഷിക്കുന്നത്. 7ാമത്തെ ചോദ്യം. ഈ 7ാമത്തെ ചോദ്യം ഒന്നുകിൽ ഇടവകയെ സംബന്ധിച്ചുള്ളതോ അല്ലെങ്കിൽ അതിരൂപതയെയോ സംബന്ധിച്ചിട്ടുള്ളതോ ആയിരിക്കും. റെഡിയല്ലേ? റെഡിയാണ്. ചോദ്യം ഇതാണ്: അരീക്കമല സ്വതന്ത്ര ഇടവകയായി ഉയർത്തപ്പെട്ട വർഷം. ഓഡിയൻസിന് അറിയായിരിക്കാം, പക്ഷെ നിങ്ങൾ മിണ്ടരുത്. നമ്മുടെ അർപ്പിതയ്ക്കുള്ള ചാൻസ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പച്ചന്മാരോ അമ്മച്ചിമാരോ എവിടെയെങ്കിലൊക്കെ പറഞ്ഞു കേട്ടത് ഓർമ്മയിലുണ്ടെങ്കിൽ. 1969 ആണോ? ആണോ? ഉത്തരം തെറ്റാണ്. അപ്പൊ നമുക്ക് ഈ ചാൻസ് ഓഡിയൻസിന് കൊടുക്കാം. ഉറപ്പില്ലെങ്കിൽ കുഴപ്പമില്ല, പറഞ്ഞോ. 1968. 1968. അപ്പൊ ആൻസർ അരീക്കമല സ്വതന്ത്ര ഇടവകയായി ഉയർത്തപ്പെട്ട വർഷം 1968. ശരിയാണ്. ചേച്ചിക്ക് വിശ്വാസം വരുന്നില്ല. ശരിയാണ് ആൻസർ. ഒരു കയ്യടി കൊടുത്ത്. ചേച്ചിക്ക് വിശ്വാസം വരുന്നില്ല. അപ്പൊ ചേച്ചിക്ക് ആ സമ്മാനം കൊടുത്താലോ? സമ്മാനം കൊടുക്കുന്നതിനിടയിൽ എന്നോടൊരു കാര്യം പറഞ്ഞു. അർപ്പിതയുടെ അമ്മയാണെന്ന്. അപ്പൊ ഞങ്ങൾ ഒരുമിച്ചിരുന്നാ പഠിച്ചതെന്നാ പറഞ്ഞ്. വെറുതെ അല്ല. അപ്പൊ സമ്മാനം ഒരു വീട്ടിലേക്ക് തന്നെ പോയേക്കുന്നേ. ടെൻഷനൊക്കെ മാറിയോ? മാറി. അപ്പോൾ ഒരു ചോദ്യം തെറ്റിയത് കാരണം നമുക്ക് മെമൻറ്റോ ഇല്ല, പക്ഷേ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും ഗിഫ്റ്റ് ബാഗും ആണ് അർപ്പിതയ്ക്ക് ഈ ക്വിസ് ടൈമിന്റെ അവസാനിക്കുമ്പോൾ ലഭിക്കുന്നത്. എന്നാൽ സമ്മാനങ്ങളൊക്കെ ആയിട്ട് താഴേക്ക് പോരെ. ഇത്രയും സമ്മാനം പിടിക്കാനായിട്ട് അർപ്പിതയ്ക്കൊരു സഹായം വേണ്ടേ? എന്തായാലും ഒരു ചോദ്യത്തിന് അമ്മയും കൂടെ ഉത്തരം പറഞ്ഞതാ. അമ്മയും കൂടി വിളിച്ചാലോ നമുക്ക്? ചേച്ചി വളരെ സ്നേഹത്തോടെ നമ്മുടെ പ്രേക്ഷിതവാഹിന്റെ അടുത്തേക്ക് പോയിരുന്നോളൂ. അങ്ങനെ നമ്മുടെ ആദ്യത്തെ എപ്പിസോഡ് കഴിയുമ്പോൾ ആദ്യത്തെ പാർട്ടിസിപ്പന്റ് നിറയെ സമ്മാനങ്ങളുമായിട്ടാണ് പ്രേക്ഷിത വാഹിനിയിൽ നിന്ന് പോയിരിക്കുന്നത്. ബാക്കി പാർട്ടിസിപ്പൻസ് ഒക്കെ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. പക്ഷേ നമുക്ക് അടുത്ത എപ്പിസോഡുകളിലായിട്ടായിരിക്കും നിങ്ങളുടെ മത്സരം ഉണ്ടാവുന്നത്. ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമായുള്ളതെല്ലാം നൽകും. ധൈര്യപൂർവ്വം വചനം പ്രഘോഷിക്കാനായി ഇറങ്ങിത്തിരിക്കുക. എല്ലാത്തിൻ്റെയും അധിപനായ ദൈവം നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ആവശ്യ നേരത്ത് നൽകിക്കൊള്ളും. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷനറിയാകാൻ. സാൻഡോ മിഷൻ ക്രിസ്റ്റേമെന്റ്. This is Sinu. This is Likita. Signing off. Thank you. പ്രേക്ഷിതവാഹിനി വന്നിടാറ് പുതിയതൂതുമായി യേശുവിൻ സാക്ഷികളായി തീരാൻ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്ന ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മത്തുമ നൽകിയ പ്രേക്ഷിത ചൈതന്യത്തിനാളമുജ്വലിപ്പിക്കാൻ മിഷനെ